ഗൈസ് ഇവിടെ ഒരു പ്രധാനം ഇന്ന് 2 വഴിക്ക് തിരിയുന്നുണ്ടാ എന്തൊരു സാധനം എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. എടാ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിയ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേക വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്ന് നമ്മൾ പോകുന്നത് നീലഗിരിയിലെ പന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പന്തല്ലൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. 2 സൈഡും തേയിലയാണ്. അത് നല്ല പച്ചപ്പ് നിറഞ്ഞ തേയിലയാണ് കേട്ടോ ചുറ്റുമുള്ളത്. അതിൻ്റെ നടുവിലൂടെ പോകുന്ന ഒരു റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പന്തല്ലൂർ പോകുന്നത് എന്നല്ലേ, നമ്മളിന്ന് പോകുന്നത് ഈ ടിപ്പു സുൽത്താൻ്റെ ഒക്കെ പടയോട്ട കാലത്തുള്ള ഗുഹയല്ലേ, അതായത് തുരങ്കം. അവർ സ്വർണ്ണമൊക്കെ എടുത്തിരുന്ന ഒരു തുരങ്കം. പല സാധനങ്ങളും കടത്തി കൊണ്ടുപോകാനൊക്കെ ഇത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത്രത്തോളമാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. കയറാൻ പറ്റുമെങ്കിൽ എന്തായാലും കയറും. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ടാസ്ക് നിറഞ്ഞ വീഡിയോസാണ്. അപ്പോൾ ഇച്ചിരി റിസ്ക് ഉള്ള വീഡിയോസേ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് റിസ്ക് എടുക്കുന്നത് എന്താ പറയുക, എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ചൊക്കെ റിസ്ക് എടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്താലേ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ ടൗണിലെത്തി. ടൗൺ കഴിഞ്ഞപ്പോൾ വീണ്ടും തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയുള്ള റോഡിലൂടെയാണ് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഫാക്ടറി കാണാം. ആ ഫാക്ടറി ഇംഗ്ലീഷുകാരുടെ കാലത്തൊക്കെ നിർമ്മിച്ച ഫാക്ടറിയാണ്. ഇത് തേയില, നമ്മൾ ഈ ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണിത്. ഇവിടുന്ന് എക്സ്പോർട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ നല്ല ഭംഗിയിലിത് റീവർക്കൊക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഈ വഴിയിലൂടെയൊക്കെ വരുമ്പോൾ ഇവിടെ ഇറങ്ങി കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ പെർമിഷൻ ഉണ്ടാവും. നല്ല ഒരു രസകരമായ കാഴ്ചയാണിത്. അതിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയിട്ട് ഇപ്പോൾ വഴി അറിയില്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ വന്ന വഴി മാറി നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളായി ഞാൻ ഇതിലേക്ക് വന്നിട്ട്. അപ്പോൾ വഴി കറക്റ്റായിട്ട് അറിയില്ല, നമ്മൾ അന്വേഷിച്ച് വേണം പോകാൻ. അപ്പോൾ നമ്മളിപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ വഴി കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. ആ ഫാക്ടറിയുടെ അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പന്തല്ലൂർ ടൗണിലെത്തണം. ടൗണിൽ നിന്ന് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോയാലാണ് ആ റോഡ്. നമ്മൾക്ക് പോകേണ്ട ഗുഹേൻ്റെ അടുത്തേക്ക് എത്താനുള്ള റോഡ് അതാണ്. അപ്പോൾ നമ്മളെന്തായാലും പോയി നോക്കാം. ഇതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്കിത് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടൻറ്റൊക്കെ ചെയ്യാനുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇപ്പോൾ നമ്മൾ ഏകദേശം ഗോവയുടെ ഒക്കെ അടുത്തുള്ള ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഈ പന്തല്ലൂർ എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയുള്ള നമ്മളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ ഇറങ്ങിയില്ല. അന്ന് മഞ്ഞും മഴയൊക്കെ. നമുക്ക് സൺഡേ ആണ് ഒഴിവ്. അപ്പോൾ നമുക്ക് ആ ഒഴിവിനനുസരിച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം നോക്കി അന്ന് ഞായറാഴ്ച സമയത്ത് നല്ല മഴയും മഞ്ഞൊക്കെ ആയിരിക്കും. ഇന്ന് നല്ല മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ ബൈക്കിൽ പോകുമ്പോൾ. അപ്പോൾ ബൈക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഒന്ന് എന്താ പറയുക, നമുക്ക് അറിഞ്ഞ് യാത്ര ചെയ്യാമല്ലോ, തണുപ്പൊക്കെ ഒന്ന് അറിഞ്ഞ് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാണ്.
ഇപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് കുറച്ച് മഴ കുറവുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ മേലെ കയറുമ്പോഴാണ് മഴ പെയ്യാറ്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് പന്തല്ലൂർ ടൗൺ കേട്ടോ. ഓവറായിട്ടുള്ളൊരു ടൗൺ എന്നല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. ഈ ടൗണ് കഴിഞ്ഞ് വേണം നമുക്ക് ആ ഗുഹ ഇരിക്കുന്ന കുന്നിൻ്റെ ചെരുവിലെത്താൻ. ആ കുന്നിൻ ചെരുവിൽ നിന്ന് നമ്മൾക്ക് പിന്നെ വണ്ടിയിൽ പോകാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ വണ്ടി അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ഇത് കണ്ടോ, നല്ല മഞ്ഞാണ് ഇവിടെ. ആ കുന്നൊക്കെ മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ തേയില നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കുക. നല്ല തിങ്ങിയ തേയിലയാണ് ഇവിടെ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നന്നായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് തേയിലത്തോട്ടങ്ങളൊക്കെ. ഇവിടുത്തെ മാനേജ്മെൻറ്റ് അടിപൊളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഉഷാറായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ പോയി ഇപ്പോൾ അവിടെ എത്താറായി. നമ്മളിപ്പോൾ ആ കുന്നിൻ ചെരുവ്, ആ കുന്നൊക്കെ കാണുന്നില്ല. അവിടെ എവിടെയാണ് ഈ ഗുഹ ഉള്ളത്. എന്തായാലും നമ്മളൊന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടി വരും. ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്കിത് വഴി മനസ്സിലാവുള്ളൂ. അത് ഞാൻ വീണ്ടും പറയാം. ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ റൂട്ടൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മളവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ റോഡ് എത്താറായി. ഈ കാണുന്നതാണ് ആ റോഡ്. മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കോൺക്രീറ്റ് റോഡ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ റോഡിലൂടെ കുറച്ച് ദൂരം പോയാൽ ആ തുരങ്കത്തിൻ്റെ അടുത്തെത്താം. തുരങ്കത്തിൻ്റെ അടുത്തേക്ക് ഒരു തേയിലത്തോട്ടത്തിലൂടെ റൈറ്റിലേക്ക് കയറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി അങ്ങോട്ട് പോവില്ല, വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ റൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇനി തുരങ്കത്തിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പ്രത്യേകതരം വീഡിയോ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്വർണ്ണമൊക്കെ എടുക്കുന്ന ഒരു പഴയ കാലത്ത് സ്വർണ്ണമൊക്കെ എടുത്തിരുന്ന ഒരു ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് തമിഴ്നാട്ടിലെ പന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മഴയാണ് ഇവിടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണ് എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയില്ല. പന്തല്ലൂർ ടൗണിൽ നിന്ന് കയറി കുറച്ച് മേലെത്തി, കുറച്ച് നടക്കാനുണ്ട്. കയറ്റി കയറിയപ്പോൾ ഈ കാണുന്നതാണ് ഗുഹ. ആ കാണുന്നതാണ് ഗുഹ. അതിൻ്റെ അടുത്തെത്തി നമ്മളിപ്പോൾ. നല്ല മഴയാണ്, കയറി നോക്കൽ ഭയങ്കര ടാസ്ക്കാണ്. താഴ്ന്ന ആൾക്കാർ പറഞ്ഞ പോലെ കരടിയും പുലിയൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കി നോക്കാം കയറാൻ പറ്റുമോ നോക്കാം. നടക്കി ഇതാണ് ആ ഗുഹ. നമ്മൾ പറഞ്ഞ കുറച്ച് റിസ്ക് പിടിച്ച് നമ്മളിത് കണ്ടുപിടിക്കാനേ. മൊത്തം കാട് മൂടി കിടക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മഴ പെയ്തിട്ടേ മൊത്തം മണ്ണ് നനഞ്ഞടക്കാണ്. ഇതിനുള്ളിൽ എത്രത്തോളം പോകാൻ കഴിയുമെന്ന് അറിയില്ല. നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ടോർച്ചൊന്നും എടുത്തിട്ടില്ല, അതാണ് പ്രശ്നം. ജസ്റ്റ് നമുക്കൊന്ന് കയറി നോക്കാം എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ടിപ്പു സുൽത്താന്റെ കാലത്തൊക്കെ ഉണ്ടാക്കിയ തുരങ്കാണെന്ന് തോന്നുന്നത്. ഭയങ്കര ടാസ്ക്കാണ് സംഭവം.
മഴ പെയ്തിട്ട് ഭയങ്കര സീനായി കിടക്കാണ്. താഴ്ന്ന് കരടിയൊക്കെ ഉണ്ടാവും പറഞ്ഞു, അതാണ് ഇപ്പൊ ഒരു പേടി. നല്ല ഇരുട്ടാട്ടോ. നമുക്ക് ഉള്ളിലേക്ക് പോകണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. അതാണ് ഇപ്പൊ പേടി. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര റിസ്ക് എടുത്തുണ്ടാക്കിയ ഒരു തുരങ്കം കേട്ടോ. നല്ല റിസ്ക് കിട്ടുന്നുണ്ട്, പെടാപാട് കിട്ടുന്നുണ്ട്. ഇവിടെ കുത്തനൊരു ഇറക്കാണ്. ഭയങ്കര ഇവിടുന്ന് രണ്ടു വഴി അടിക്കും വലിയ മഴ. അപ്പൊ ഇത് കൊറേ നമുക്ക് പോകാനുണ്ട്. ഇവിടുന്ന് രണ്ടു വഴി തിരിയുന്നുണ്ട്. ഇതിപ്പോ എങ്ങോട്ട് പോയാലും നമ്മൾ പെടും. മഴയുള്ള കാരണം നമ്മള് ഓവർ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. ഇതിപ്പോ രണ്ടു വഴിയുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങോട്ടാണ് ഏതാണ് ഒന്നും മനസ്സിലാവുന്നില്ല. രണ്ടു വഴി തിരിയുണ്ട്. പേടിയാവുണ്ട്, നല്ല പേടിയുണ്ട്. കാരണം മഴ പെയ്ത് വെള്ളമൊക്കെ നിൽക്കുന്നത്. നല്ല പേടിയുണ്ട്. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയേക്കാം. ടാസ്കാണ്. ഫുള്ള് വെള്ളാരങ്കല്ല കേട്ടോ, നടക്കാനൊന്നും പറ്റില്ല. ആരും ഒറ്റയ്ക്ക് വരരുത്. തുരങ്കം ഉണ്ടാക്കാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നറിയാം. കണ്ടാൽ തന്നെ അറിയാം. ഇപ്പൊ നല്ല വെള്ളമുണ്ട്, വെള്ളം ഒറ്റുന്നുണ്ട്. ഇടിഞ്ഞു വീഴുമെന്നുള്ളൊരു പേടിയാണ്. ഭയങ്കര ഒരു ഹൊറർ മൂഡിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. കാരണം ഉള്ളിലേക്ക് പോകുന്തോറും ഭയങ്കര ടാസ്ക് നിറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഉള്ളില് എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ശരിക്കും ഇത് വന്ന് കാണേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ഫാമിലി അങ്ങനെ കുട്ടികളൊക്കെ ഒന്നും വരരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിർമ്മിച്ചത് കുറെ കൊല്ലം മുമ്പാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഇത് ടിപ്പു സുൽത്താന്റെ ഒക്കെ പടയോട്ട കാലത്തുള്ള ഒരു തുരങ്കാണെന്നാണ് പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് സ്വർണം, ദേവാല, പന്തല്ലൂർ ആ ഭാഗം മൊത്തം സ്വർണ്ണ തുരങ്കങ്ങളൊക്കെ കുറെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒരു പ്രധാനം പോലെ ഇവിടുന്ന് രണ്ട് വഴി തിരിയുന്നുണ്ടാ. എന്തോ ഒരു സാധനം ഉണ്ട്. എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. എടാ അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട. നിറച്ച് വവ്വാലാണ്. കുറച്ച് മുന്നിൽ പോയപ്പോ ഭയങ്കര സൗണ്ട് ഒക്കെ കേട്ടു. ഞങ്ങൾ പേടിച്ച് ഓടി. സത്യം പറഞ്ഞ ഒരു സ്വപ്നത്തിലൊക്കെ കാണുന്ന പോലെ ഒരു ഫീൽ ചെയ്തു. നന്നായിട്ട് പേടിച്ചു. ഇട്ടെറിഞ്ഞോടി. ക്യാമറ മിസ്സായി. വവ്വാലിനൊക്കെ ഷൂട്ട് ചെയ്യുന്നപ്പോ ക്യാമറ താഴെ വീണു. എന്നിട്ട് ക്യാമറ ഒക്കെ എടുക്കാൻ വേണ്ടി പോയ ഒരു രംഗം ഭയാനകമായ ഒരു രംഗമായിരുന്നു. കാരണം നമ്മൾ ഈ സ്വപ്നത്തിലൊക്കെ കാണുന്ന അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള സംഭവമാണ്. കൂടെ ആൾബലം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഉള്ളിലേക്കൊക്കെ പോവാം. നമ്മളേതായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഈ സംഭവം. ഇനി ഉള്ളിലേക്ക് പോകാൻ തീരുമാനിച്ചില്ല. മഴ പെയ്ത് എവിടെയെങ്കിലും ഇടിഞ്ഞു വീണ് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളേതായാലും കുറച്ച് ദൂരം വന്നു, ഒരു 1.5 കിലോമീറ്റർ അല്ലേ, 1.5 കിലോമീറ്റർ നമ്മൾ വന്നു. അപ്പോൾ ഫ്രണ്ട്സ് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് ഇവിടുന്ന് ഗോൾഡിന്റെ മൈനിങ് ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്തും ടിപ്പു സുൽത്താന്റെ കാലത്തൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകളാണ്, ഇവിടുത്തെ നാട്ടുകാരാണ് ഇവിടുത്തെ പണിക്കാര്, മാക്സിമം ജോലിക്കാർ. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു കുഴിയിലെ ഇത് വെള്ളത്തിന്റെ സ്റ്റോറേജ് ആണ്. ഇവിടെ വെള്ളം നിറഞ്ഞു. ഇപ്പൊ വെള്ളമല്ല. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പന്തല്ലൂര് വന്നേ. നല്ല മഴയാണ്. നമ്മൾ എവിടെ പോയാലും എന്ത് പ്രൊവോക്ക് ചെയ്യുമ്പോഴും മഴയും മഞ്ഞും അട്ടയൊക്കെയാണ്. എന്താണെന്നറിയില്ല, അത് നമുക്ക് പറയാനും പറ്റില്ല. പ്രകൃതിയുടെ ഓരോ വികൃതികൾ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും ഗോവ കണ്ട് തിരിച്ചിറങ്ങാണ്. നല്ല പേടിയുണ്ട്. ബാക്കിലോട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നമ്മളെന്തായാലും തിരിച്ചിറങ്ങാണ്. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ടാസ്ക് നിറഞ്ഞ വിഷയങ്ങൾ ഞാൻ കൊണ്ടുവരും. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, അടുത്ത വീഡിയോയിൽ എന്താ കാണേണ്ടത് എന്നുള്ളത് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. എന്ത് ടാസ്ക് എടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ഇവിടുന്ന് ഈ വീഡിയോ വെച്ച് ഇറങ്ങാണ്. ഞങ്ങൾക്ക് താഴെ ഇറങ്ങണം, നല്ല മഴയുണ്ട്. അപ്പോൾ ഉള്ളിൽ നിൽക്കുന്നതോറും പേടിയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ കുറേ അതിഥികൾ ഉണ്ടാവും. അവരൊക്കെ വരുന്നതിന്റെ മുന്നേ ഞങ്ങൾ ഇറങ്ങുകയാണ്. പുലിയും കരടിയൊക്കെ വരും എന്നാ പറഞ്ഞത്. ആദ്യം അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി ദൂരെ പോയിട്ടുണ്ടാവും. പക്ഷെ താഴ്ന്ന ആൾക്കാർ ഞങ്ങൾ കയറുന്ന കണ്ടിട്ട് അവർ പറഞ്ഞതാണ്.
നിങ്ങൾ റിസ്ക് എടുക്കണ്ട, ഉള്ളിൽ പല മൃഗങ്ങളുടെ ശല്യം ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും അടുത്ത് ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ ടാസ്ക് നിറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞാൻ വിട പറയുകയാണ്. ഓക്കെ, ബൈ ബൈ.